ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവീനെന്ന് യെശയ്യാ പ്രവചനം 55:1 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഴിയെ കൈക്കുമ്പിളിൽ അളക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു കടലും ഈ കരയും ഈ ആകാശവുമൊക്കെ തൻ്റെ കരവിരുതിനാൽ സൃഷ്ടിച്ച ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട്, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കടൽ എന്നും നമുക്കെല്ലാവർക്കും ഒരാവേശമാണ്. ഈ കടലിൻ്റെ ആഴമറിയുന്നത് പോലെ ആഴിയെ കൈക്കുമ്പിളിൽ അളക്കുവാൻ കരുത്തുള്ള ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കടലിൻ്റെ ഈ കരയിൽ നിന്നുകൊണ്ട് നമുക്കതിൻ്റെ വ്യാപ്തി അളക്കുവാനായി സാധിക്കുകയില്ല. ഈ കടലിൻ്റെ തിരയുടെ താളം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനുഷ്യ ബുദ്ധിക്ക് അതീതമായ ഒരു വലിയ അനന്തമായ ഒരു ദൈവത്തിൻ്റെ വൈദഗ്ധ്യം, സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച കരവിരുതനെ നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അതുപോലെ ഈ കടലിൻ്റെ ആഴമറിയുവാൻ, അതിൻ്റെ വിശാലത മനസ്സിലാക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധി പരിമിതമാണ്. ഈ കടലിൻ്റെ തിരകൾ ഈ തീരത്തെ ആലിംഗനം ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഈ തിരയടിക്കുന്നത് പോലെ, ഈ ഒരു തീരത്തേക്ക് ആ തിര കടന്നു വരുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും, എന്ന് വെച്ചാൽ സമസ്ത മേഖലകളിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമൊന്ന് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവവുമായുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് വളരുവാൻ സാധിക്കും. സങ്കീർത്തനം 93:4 സമുദ്രങ്ങളുടെ ഗർജനങ്ങളും ഉയരുന്ന തിരമാലകളും നമ്മൾ കാണുമ്പോൾ അതിനേക്കാൾ ഉന്നതനാണ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ദാവീദ് അല്ലെങ്കിൽ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ സമുദ്രത്തിൻ്റെ ആഴത്തെയും ഈ സമുദ്രത്തിൻ്റെ ശക്തിയെയും കാൾ അതിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി അതീതമാണെന്നും ആ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെന്നുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. അതുകൊണ്ട് വലിയവനായ, മഹോന്നതനായ, അതിശയവാനായ ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട്, എൻ്റെ പ്രതിസന്ധികളോ എൻ്റെ പ്രശ്നങ്ങളോ അല്ല, അതുക്കും മേലെയാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെന്ന് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് വളരെ അനുഗ്രഹകരമായിരിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത, ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ഓരോ സാധ്യതകളും സമയങ്ങളുമൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഈ കടലിൽ കാറ്റും കോളും കടന്നു വന്ന് തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന സാധ്യതകൾ കടന്നു വരുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ കരുത്തേറിയ ഒരു ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ മക്കളാണ്. അവൻ നേടിയെടുത്ത തൻ്റെ കുരിശുമരണത്താലും തൻ്റെ തിരിച്ചോരത്തുള്ളികളാലും നമ്മളെ നേടിയെടുത്ത ഒരു ദൈവത്തിൻ്റെ ഒരു മക്കളാണ് നമ്മൾ ഓരോരുത്തരുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായാൽ, ഏത് പ്രതിസന്ധി കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എത്ര വലിയ തിരമാലകളും എത്ര വലിയ കാറ്റടിച്ച് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ ബോട്ടിൻ്റെ അമരത്ത്, നമ്മുടെ വള്ളത്തിൻ്റെ അമരത്ത് ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തു ഉണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാ 43:2 നമുക്ക് ഉറപ്പ് തരുന്നത് ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് ഓർത്തുകൊള്ളുക. സമുദ്രത്തിലൂടെ നീ കടന്നു പോയേക്കാം,
വെള്ളത്തിലൂടെ നീ കടന്നു പോയേക്കാം. ബൈബിൾ പറയുകയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഏത് ദൈവമാ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ ഇങ്ങനെ ഒരു പ്രോമിസ് നമുക്ക് തന്നിട്ടുള്ളത്? ഹല്ലേലൂയ. നദികൾ കടക്കുമ്പോൾ നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും, ഒന്നും നിന്നെ അല്ലെങ്കിൽ നദി നിന്നെ മുക്കിക്കളയുകയില്ല എന്ന പ്രോമിസാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരിക. എന്നിട്ട് പറയുന്നു, നീ അഗ്നിയിലൂടെ കടന്നു പോയാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. എന്ന് വെച്ചാൽ ഏതു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നാലും, അത് നമ്മളെ മൂടിക്കളയുന്ന തിരമാലകൾ കടന്നു വന്നാലും, വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതികൂലം കടന്നു വന്നാലും, അതുമല്ല ഒരു അഗ്നിയിലൂടെ കടന്നു പോകുന്ന സാധ്യത കടന്നു വന്നാലും ജ്വാല നിന്നെ പൊള്ളിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഓർത്തുകൊള്ളുക, അടിമത്വത്തിൽ നിന്നും, ഫറവോയുടെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തുകയാണ്. ചെങ്കടലിൻ്റെ മുമ്പിൽ അവർ കടന്നു വരുമ്പോൾ, ചെങ്കടലിൻ്റെ മുമ്പിൽ അവർ പകച്ച് നിൽക്കുമ്പോൾ, പുറകിൽ ഫറവോയുടെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നു. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി നീട്ടുവാൻ പറഞ്ഞ് ചെങ്കടലിൻ്റെ നേരെ മോശ വടിയെടുത്തു നീട്ടി ചെങ്കടലിനെ വിഭജിച്ച് ചെങ്കടലിലൂടെ ഒരു പുതിയ പാത തുറന്നു കൊടുത്തുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് ഒരു ജനത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുകയാണ്. വെള്ളത്തിലൂടെ കടന്നു പോകുന്ന സാധ്യത വന്നാലും അവിടെ കടലിനെ വിഭജിക്കുവാൻ കരുത്തുള്ള, കടലിനെ ശാന്തമാക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 3 യുവാക്കൾ അഗ്നിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം. നെബൂഖദ്നേസർ രാജാവ് 3 യുവാക്കളെ, ശദ്രക്കും മേശക്കും അബേദ്നെഗോയും, എന്താ പറയുന്നത്, നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞ ആ ഒരു ബിംബത്തെ ആരാധിക്കാതിരുന്നത് കൊണ്ട് അവരെ അഗ്നിയിലേക്ക് എറിയുകയാണ്. ഹല്ലേലൂയ. 10 മടങ്ങ് എന്ന് വെച്ചാൽ 7 മടങ്ങ് ആ തീച്ചൂളയുടെ അത് കൂട്ടിയതിന് ശേഷം ഇവരെ അതിനകത്ത് എറിയുവാൻ കൊണ്ടുപോയ കൽദായർ നശിച്ച് മരിച്ച്, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ് മരിക്കുകയാണ്. എന്നാൽ അവിടേക്ക് എറിഞ്ഞ, ആ തീയുടെ നടുവിലേക്ക് എറിഞ്ഞ 3 യുവാക്കളുടെ നടുവിൽ അഗ്നിയിലൂടെ കടന്നു പോയാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പ്രോമിസ് ചെയ്തവൻ, വാഗ്ദാനം നൽകിയവൻ അവരുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ച രാജാവ് കാണുകയാണ്. 3 യുവാക്കളുടെ ഒരു തലമുടി പോലും കരിഞ്ഞില്ല, അവരുടെ വസ്ത്രത്തിൽ തീയുടെ ഗന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഓർത്തുകൊള്ളുക, ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ഹല്ലേലൂയ, നമുക്കൊരു ദൈവമുണ്ട്. അവൻ്റെ നാമം നസ്രായനായ യേശു എന്നാണ്. ആ യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, തീച്ചുളയിലൂടെ കടന്നു പോയാലും, ഈ വെള്ളത്തിലൂടെ, സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന വെള്ളം നിന്നെ മുക്കിക്കളയുന്ന സാധ്യത വന്നാലും ഒരിക്കൽ പോലും തോറ്റുപോകേണ്ട സാധ്യത നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഓർത്തുകൊള്ളുക. വിലാപങ്ങളുടെ പുസ്തകവും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. 3-ാമത്തെ അധ്യായം അതിൽ 24-ാമത്തെ വാക്യം വിലാപങ്ങൾ നമ്മളോട് പറയുന്നു, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. നമ്മുടെ ഓഹരിയും പ്രത്യാശയും യേശുക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവമാകുമ്പോൾ ഓരോ പ്രഭാതത്തിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഒരു പുതിയ അഭിഷേകമായി അത് നമ്മുടെ കൂടെ ഉണ്ടാവുകയും അത് നമ്മളെ വഴി നടത്തുകയും ചെയ്യുമെന്ന് തിരിച്ചറിയുക. യേശു ക്രിസ്തു വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് എന്ന് തിരിച്ചറിയുക. കരുണയും കൃപയും ദൈവം നമുക്ക് തരുന്നത് ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം പകരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മളെ വിളിക്കുക. ഈ കടലിൻ്റെ ആഴം എന്തെന്ന് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് കണ്ടെത്തുക പരിമിതമായ അല്ലെങ്കിൽ കുറവുകളുള്ള മനുഷ്യന് അത് മനസ്സിലാക്കുവാൻ പറ്റില്ല. പക്ഷേ കണ്ടെത്തിയേക്കാം. അതിൻ്റെ ആഴമൊക്കെ ഇന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്ന വിധത്തിൽ ശാസ്ത്രമൊക്കെ വളർന്നിട്ടുണ്ടാകും. പക്ഷേ
ദൈവത്തിൻ്റെ കരവിരുതിനെ ചോദ്യം ചെയ്യാൻ നമുക്കാവില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കടൽ ആഴമേറിയതാണെങ്കിൽ അതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എന്താ പറയുന്നത്, മുന്നോട്ട് പോകും തോറും അതിൻ്റെ ആഴം കൂടി വരുമ്പോൾ നമ്മുടെ ആത്മീയമായ യാത്രയിലും അങ്ങനെ തന്നെയാണ് എന്ന് തിരിച്ചറിയണം. ദൈവം നമ്മളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിളിക്കുകയാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഞാനാണ് നിന്റെ ദൈവമെന്ന് പറഞ്ഞ് നമ്മളെ ആഴമേറിയ വിശ്വാസത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് സെന്റ് പോളും നമ്മളെ എഫെസ്യ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആഴമേറിയ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന പലതിനെയും നമ്മൾ വിടേണ്ടി വരും. ഹല്ലേലൂയ. പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തെ മാത്രമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൽ 118:8 പറയുന്നുണ്ട്, മനുഷ്യനിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ആഴമേറിയ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തെ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്വം നമ്മൾ എടുക്കണം. അതുകൊണ്ട് ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആശങ്ക തോന്നുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. അതുവരെ ഉണ്ടായിരുന്ന പലരും, ഹല്ലേലൂയ, ഉറ്റവരും ഉടയവരുമൊക്കെ ഒരു പക്ഷേ നഷ്ടമാകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ആഴമേറിയ വിശ്വാസത്തിൻ്റെ, ആഴമേറിയ അഭിഷേകത്തിൻ്റെ, ആഴമേറിയ തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനം 47:5 വചനം ഇങ്ങനെയാണ് പറയുക, പിന്നെയും അവൻ 1000 മുഴം അളന്നു, എനിക്ക് കടന്നു പോകുവാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു, നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു, നടന്ന് അക്കരെ പറ്റുവാൻ വയ്യാത്ത ഒരു നദി. ഇവിടെ ദൈവത്തിന് ജനമേ, എസെക്കിയേൽ പ്രവാചകൻ 47-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, നടന്ന് അക്കരെ കടക്കുവാൻ പറ്റാത്ത ഒരു നദിയെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു ആഴമേറിയ അഭിഷേകത്തിൻ്റെ നദിയെക്കുറിച്ചാണ് പറയുക. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് ഈ ആഴമേറിയ അഭിഷേകത്തിൻ്റെ ഒരു തലം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ശക്തിക്കതീതമായ അല്ലെങ്കിൽ നമ്മുടെ ശക്തിക്കപ്പുറമായ ഒരു വലിയ ആഴമേറിയ അഭിഷേകത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ കരുതലിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് നടന്നു നീങ്ങുവാൻ ദൈവാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം നിങ്ങളതിൻ്റെ ആരംഭം മുതൽ ഒന്ന് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, 1000 മുഴം പ്രവാചകൻ ഇങ്ങനെ ഒരു ചരടെടുത്ത് അളക്കുകയാണ്. ഈ 1000 മുഴം അളക്കുന്ന സമയം വെള്ളത്തിൻ്റെ അളവ് കാൽപാദം വരെ എത്തിയതായിട്ട് പറയുകയാണ്. പിന്നീട് 1000 മുഴം അളക്കുമ്പോൾ അത് മുട്ടോളം എത്തുകയാണ്. പിന്നീട് വീണ്ടും 1000 മുഴം അളക്കുമ്പോൾ അത് അരയോളം എത്തുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. കണങ്കാൽ നനയുന്ന ഒരു അനുഭവം. അത് പിന്നീട് ആ അഭിഷേകത്തിൻ്റെ വളർച്ച മുട്ടോളം എത്തുകയാണ്. പിന്നീടത് അരയോളം എത്തുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നു. വീണ്ടും 1000 മുഴം അളക്കുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും പിടിവിട്ട് നീന്തി തുടിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഹല്ലേലൂയ. കാൽപാദം നനയുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. കാരണം നമ്മളുടെ പാദം ഈ ഭൂമിയിൽ തന്നെയാണ്. വെള്ളം നമ്മളെ നനച്ച് തുടങ്ങി, ഒരു അഭിഷേകം നമ്മളെ നനച്ച് തുടങ്ങി. വീണ്ടും നമ്മൾ 1000 മുഴം അളക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചു, അഭിഷേകത്തിൻ്റെ അളവ് വർദ്ധിച്ചു. അത് അരയോളം മുട്ടോളം എത്തുകയാണ്. വീണ്ടും അത് അരയോളം എത്തുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, മുട്ടോളവും അരയോളവും ഒക്കെ എത്തുമ്പോഴും കാൽപാദം ഭൂമിയിൽ തന്നെയാണ്. നമ്മൾ സുരക്ഷിതരാണ്. പക്ഷേ നമ്മളൊരു അഭിഷേകത്തിൻ്റെ വളർച്ച കടന്നു വരികയാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുക. ഈ ലോകം നമ്മളെ താഴേക്ക് പിടിക്കും. കാരണം നമ്മുടെ ശരീരമെന്ന് പറയുക മണ്ണുകൊണ്ട്, ഈ ഭൂമിയിൽ നിന്നെടുത്ത മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്
ദൈവത്തിൻ്റെ നെഞ്ചിൽ നിന്നും കടന്നു വന്നതാണ്. അതുകൊണ്ട് ഭൂമി അല്ലെങ്കിൽ ഈ മണ്ണ് നമ്മളെ താഴേക്ക് പിടിക്കുമ്പോൾ അകത്തുള്ള ആത്മാവ് നമ്മളെ മുകളിലേക്ക് പിടിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആഴമേറിയ അഭിഷേകത്തിൽ നിറയുമ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ പിടിവിടണമെങ്കിൽ ഓർത്തുകൊള്ളുക, പാപത്തിൻ്റെ അടിമത്വം, ഹല്ലേലൂയ, ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഒരു ജനം, ഹല്ലേലൂയ, കനാൻ ദേശത്തേക്ക് കടന്നു പോയതുപോലെ ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ജീവിക്കുന്ന നദിയിലൂടെ നീന്തിത്തുടിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ പാപം നമ്മളെ വിട്ടുമാറണം. ഇവിടെയാണ് അരയോളം വെള്ളം എത്തി നിൽക്കുന്ന ഒരു സമയം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുക, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം കൊണ്ട് നീ അരമുറുക്കണം. നമുക്കൊരു സത്യമേ ഉള്ളൂ, സത്യം നീ അറിയണം. ആ സത്യം നിന്നെ സ്വതന്ത്രരാക്കുമെന്നാണ് ബൈബിൾ പറയുക. ഒരു സത്യമേ ഈ ലോകത്തുള്ളൂ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാകുന്ന സത്യം കൊണ്ട് അരമുറുക്കണം. ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും അരയെന്ന് പറയുക പാപം ചെയ്യുവാൻ, അത് സെക്ഷുവൽ സിന്നിന് കാരണമാകുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മേഖലകളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ശരീരത്തെ നശിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ നശിപ്പിക്കുന്ന സകല ലൈംഗിക പാപങ്ങളും ഒഴിവാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ആശ്രയിക്കുന്ന പലതിനെയും നമ്മൾ വിട്ടുപോകണം. നമ്മുടെ ശരീരത്തിൻ്റെ സന്തോഷം കൊടുക്കുന്ന പലതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ മദ്യപാനിയാണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ സത്യം കൊണ്ട് അരമുറുക്കണമെന്ന് പറയുന്ന ആ വലിയ ആത്മീയ സമരത്തിൻ്റെ ഒന്നാമത്തെ എല്ലാ ദൈവത്തിൻ്റെ ആ ഒരു ആർമർ ഓഫ് ഗോഡ് നമ്മൾ ധരിക്കുമ്പോൾ ആദ്യത്തെ ആ മേഖല സെന്റ് പോൾ പഠിപ്പിക്കുന്നത് ആത്മീയ സമരത്തിൽ നമ്മളോട് പറയുക, സർവായുധവർഗം ധരിക്കണമെന്ന് പറയുമ്പോൾ സത്യം കൊണ്ട് അരമുറുക്കണമെന്നാണ്. ഇവിടെ ദൈവത്തിന് ജനമേ, ഇന്ന് ഭൂമിയിൽ നമ്മൾ ആശ്രയിക്കുന്ന പലതും, ഭൂമിയിൽ നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന പലതും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു പോയാൽ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. ഇനി ഈ ലോകത്തിൻ്റെ ഒരു ആശ്രയത്വവും നമ്മളില്ല. നമ്മൾ ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടതും ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ സംരക്ഷകൻ യേശുക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ആഴത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അത് തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇനി ഭൂമിയല്ല, ഇനി ഈ ഭൂമിയിലുള്ള വ്യക്തികളല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമാണ്, എൻ്റെ യേശുവാണ് എന്ന് ഞാൻ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. എന്നെ നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തുവാണെങ്കിൽ എനിക്കിനി സങ്കടം വേണ്ട, എനിക്കിനി നിരാശ വേണ്ട. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തരത്തിലുള്ള പ്രതികൂലത്തിനും സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ആഴത്തിലേക്ക് നീക്കി വലയെറിയുവാൻ ശിമയോൻ പത്രോസിനോട് യേശുക്രിസ്തു പറയുമ്പോൾ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും കിട്ടാതെ വിഷമിച്ച് വല കഴുകുന്ന പത്രോസിൻ്റെ അരികിലെത്തി യേശുക്രിസ്തു പറഞ്ഞു, ആഴത്തിലേക്ക് ഹല്ലേലൂയ വലയിറക്കുവാൻ. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ ഇനി വഴി നടത്തുന്നത് യേശുക്രിസ്തു ആണെങ്കിൽ ഇനി യേശു പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനുള്ള മനസ്സ് നമ്മൾ എടുത്താൽ മതി. ഹല്ലേലൂയ. ഇനി നമ്മൾ യേശുക്രിസ്തുവിനെ അനുസരിച്ചാൽ മതി. പത്രോസ് അനുസരിച്ചു. വല കീറുന്ന അനുഭവം, വല നിറയെ മത്സ്യം ലഭ്യമാകുന്ന ഒരു വലിയ അനുഗ്രഹം ആ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ പത്രോസിനോട് യേശു പറഞ്ഞു, ഭയം വേണ്ട, ഹല്ലേലൂയ, ഇനി നിന്റെ മീൻപിടുത്തം അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞു. പകരം എന്തു ചെയ്തു? മനുഷ്യരെ പിടിക്കുവാൻ ഹല്ലേലൂയ പത്രോസിനെ ദൈവം വിളിക്കുകയാണ്. വലയുപേക്ഷിച്ച്, വള്ളം ഉപേക്ഷിച്ച്, തൻ്റെ ഉപജീവന മാർഗമായ എല്ലാം ഉപേക്ഷിച്ച് പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ഒപ്പം ഇറങ്ങിത്തിരിക്കുന്നു. മനുഷ്യനെ പിടിക്കുന്നവരായി മാറുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെട്ട്, ഹല്ലേലൂയ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുവാൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ,
നമ്മളെ ഓരോരുത്തരെയും നസ്രായനായ യേശുക്രിസ്തു വിളിക്കുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിന് വേണ്ടുന്ന അഭിഷേകത്തിൻ്റെ ഒരു വലിയ ശക്തി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഒഴുക്കിനെതിരെ നമ്മൾ നീന്തിയേ പറ്റൂ. കാരണം നീന്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒഴുക്കിനെ, പ്രതികൂലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. കരം പിടിക്കുവാൻ യേശുക്രിസ്തു ഉണ്ട്. പ്രതിസന്ധി കടന്നു വന്നേക്കാം, കാറ്റടിച്ചേക്കാം, തിരമാല ഉയർന്നു പൊന്തിയേക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ മീതെ നടന്നവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ കൂടെയുണ്ട്. അവൻ നമ്മുടെ കരം പിടിക്കും. ഹല്ലേലൂയ. ഇനി ഒരു മനുഷ്യൻ്റെ കരവുമല്ല നമ്മളെ നടത്തുന്നത്, നമ്മൾ തീർന്നു എന്ന് വിധി എഴുതുന്നവൾ. ഹല്ലേലൂയ. അതായത് നമ്മളെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രതികൂലം പറഞ്ഞ് നടക്കുന്നവരുടെ നടുവിൽ വിശ്വാസത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. കാരണം നമ്മുടെ കരം ഇന്ന് പിടിക്കുന്നത് ഈ മനുഷ്യനല്ല, ഒരു മനുഷ്യൻ്റെ കരവുമല്ല നമ്മളെ ബലപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരമാണ് എന്ന് തിരിച്ചറിയുക. ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു സാന്നിധ്യം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധാത്മാവ് വഴി തുറക്കും. ഹല്ലേലൂയ. കടലിൻ്റെ ആഴമല്ല ഇവിടെ വിഷയം, അഭിഷേകത്തിൻ്റെ ആഴമാണ് ഇവിടെ വിഷയമെന്ന് പറയുക. അഭിഷേകത്തിൻ്റെ ആഴത്തിൽ നീന്തി തുടിക്കുന്ന ഒരു ശക്തിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഹല്ലേലൂയ ഈ സുവിശേഷം എത്തിക്കുവാൻ കരങ്ങൾ കോർക്കാൻ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. ഹല്ലേലൂയ. മനുഷ്യനെ പിടിക്കുന്നവരാക്കി നമ്മൾ മാറ്റണം. ഈ കാണുന്ന ഈ കടലിൻ്റെ തീരത്ത് നിരവധി ജനമുണ്ട്. അവരെല്ലാം കടന്നു വരുന്നത് നിമിഷ നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഈ കാനഡയുടെ മണ്ണിൽ ഇനിയൊരു 2 മാസം കഴിഞ്ഞാൽ പിന്നെ സീസൺ മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഏതു സീസണിലും അഭിഷേകം തരുവാൻ കരുത്തുള്ള നസ്രായൻ്റെ മക്കളാ നമ്മൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ബലം പ്രാപിച്ച് ഈ കടലിൻ്റെ ആഴം തേടുന്നത് പോലെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്ത് ഒരാത്മാവെങ്കിലും നേടുവാൻ നമുക്ക് സാധിച്ചാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശു സത്യമാണ്, യേശു കഥയല്ല. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യ ദൈവം ഈ ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം, കുരിശുമരണത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിൻ്റെ തിരിച്ചോരത്തുള്ളികളിൽ നിങ്ങൾ വിശ്വസിക്കണം, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആശ്രയത്വം എടുക്കണം. ഹല്ലേലൂയ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ ഞാൻ വസിക്കും, അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. അതുകൊണ്ട് സഭയോട് ചേർന്ന് ഈ വിശ്വാസത്തിൽ, ആഴമേറിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് രാജ്യങ്ങളിൽ സുവിശേഷം എത്തിക്കണം. ഹല്ലേലൂയ. ഈ കാനഡയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു സത്യമാണെന്ന് ഈ ജനത്തിൻ്റെ നടുവിൽ വിളിച്ചു പറയുവാൻ ലജ്ജയില്ലാത്ത വിധം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയണം, ഓരോരുത്തരും നിറയണം, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓർത്തുകൊള്ളുക, ഈ കടലിൻ്റെ ആഴത്തെക്കാളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷം എത്തിക്കുവാൻ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ലോകത്തിൻ്റെ എല്ലാ അതിർത്തികൾ വരെ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം. അതാണ് നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും കർത്താവിൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. നിത്യതയുടെ സന്തോഷം അത് നഷ്ടമാക്കി ഈ ലോകത്തൊന്നും നമുക്ക് വേണ്ട ഒരു ബന്ധവും നിലനിൽക്കത്തില്ല. യേശുക്രിസ്തുവുമായുള്ള ബന്ധം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമുക്ക് ഈ കർത്താവിന് വേണ്ടി നിൽക്കാം. ജീവനുള്ള ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയണം, വചനത്താൽ നിങ്ങൾ നിറയണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഈ കടലിൻ്റെ ആഴത്തെക്കാളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആ വലിയ
ഒരു ചിന്ത ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ദൈവത്തോട് നിങ്ങൾ പറയണം, എൻ്റെ അപ്പാ, എൻ്റെ ഈശോയെ, എനിക്ക് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ, സുവിശേഷം എത്തിക്കുവാൻ എന്നെ കരുതണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നിങ്ങളെ നടത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.